നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ശ്ലോകം അർജുന വിഷാദ യോഗത്തിലെ 25-ാം ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. അവിടെ നാം പറഞ്ഞു നിർത്തിയത് സേനകളുടെ നടുവിലായിട്ട് രഥം നിർത്തി കൃഷ്ണൻ അർജുനോട്, ഹേ അർജുന, കൗരവ സൈന്യത്തെ കാണൂ എന്ന് പറഞ്ഞു നിർത്തുന്ന ഭാഗത്താണ് നിർത്തിയത്. തുടർന്നുള്ള ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. 26-ാമത്തെ ശ്ലോകമാണ്. തത്ര പശ്ചിത് സ്ഥിതാൻ പാർത്ഥഃ പിതൃന്നഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. 25-26 ശ്ലോകമാണ് നാം ഇപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അപ്പോൾ അവിടെ ഇരു സൈന്യങ്ങളിലുമായി അർജുനൻ ആരെയൊക്കെയാണ് കണ്ടത്? യുദ്ധത്തിനായി നിലകൊള്ളുന്ന പിതാക്കന്മാരെയും മുത്തശ്ശന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പേരക്കുട്ടികളെയും ശശുരന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. സമസ്ത സഹോദരങ്ങളെയും കണ്ടപ്പോൾ അത്യന്തം കരുണയും ഉദാസീനയും അർജുന ഹൃദയത്തിലുണ്ടായി. അടുത്ത ശ്ലോകത്തിൽ അർജുനൻ്റെ ദുഃഖമാണ് പ്രകടിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 29. ദൃഷ്ട്വേമം സുജനം കൃഷ്ണ യുയുത്സും സമുപൽസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ഇപ്പോൾ 29-30 ശ്ലോകമാണ് നാം കേട്ടത്. അർജുനൻ്റെ ദുഃഖമാണ് ഇതിൽ വരുന്നത്. അർജുനൻ കൃഷ്ണനോട് പറയുന്നു, എതിർപക്ഷത്ത് നിൽക്കുന്ന ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം കണ്ടിട്ട് അർജുനൻ പറയുന്നതാണ്, അലയോ കൃഷ്ണ, യുദ്ധം ചെയ്യാനായി ഒരുമ്പെട്ട് നിൽക്കുന്ന എൻ്റെ ബന്ധുക്കളെ കണ്ടിട്ട് എൻ്റെ ശരീരം തളരുന്നു. അത് 28-ാം ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. മുഖം വരളുന്നു, തൊണ്ട വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം വരുന്നു, ഗാണ്ഡീവം കൈകളിൽ നിന്ന് വഴുതി വീഴുന്നു, ദേഹം സർവത്ര ചുട്ടുപൊള്ളുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ ഉള്ള ശക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്രയുമാണ് 30-ാം ശ്ലോകം വരെയുള്ളതിൻ്റെ അർത്ഥമാണ്. ഇവിടെ നാം കാണുന്നത് അർജുനൻ്റേത് ചഞ്ചല മനസ്സാണെന്നാണ്. കവിധ്വജമാണ് നാം ഇവിടെ കാണുന്നത്. ഗൂഢാകേശനായി അർജുനൻ എന്തുകൊണ്ട് മാറി? അർജുനൻ മഹാരഥിയാണ്, വില്ലാളി വീരനാണ്, നിരവധി യുദ്ധങ്ങളിൽ വിജയം വരിച്ച പരാക്രമശാലിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ദൃശ്യമായ ഒരവസ്ഥ വന്നു? ഇതിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് പറയാം. അർജുനൻ 12 വർഷം കാട്ടിലാണ് വസിച്ചത്. സാമൂഹ്യമായ ക്ഷത്രിയ കർത്തവ്യങ്ങളൊന്നും അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ 1 വർഷം പ്രച്ഛന്ന വേഷത്തിൽ ബൃഹന്തള എന്ന സ്ത്രീയായും അർജുനന് വേഷമിടേണ്ടി വന്നു. ഈ കാലയളവിൽ അർജുനനുണ്ടായ മാറ്റങ്ങൾ അറിയാൻ മഹാഭാരതം
വിരാടപർവത്തിലാണ് ഈ കഥ ഉള്ളത്. വേഷപ്രച്ഛന്നനായി പാണ്ഡവർ കഴിഞ്ഞ കഥ. അതിൽ അർജുനൻ എന്ന ബൃഹന്തള ആയിരുന്നു. മഹാഭാരതത്തിൽ വിരാടപർവം പഠിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. സാധാരണ സ്ത്രീകളിൽ കാണുന്ന ക്ഷത്രിയനിൽ ഒട്ടും കാണാത്ത ചിന്തകളും വികാരങ്ങളും അർജുനുണ്ടാകാൻ കാരണം ഈ അവസ്ഥയാണ്. ഇതാണ് അർജുനൻ്റെ ദൗർബല്യത്തിന് കാരണം. ഇതുകൊണ്ടാണ് തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ സ്ത്രീ സഹജമായ ദൗർബല്യം അർജുനൻ പ്രദർശിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കൗരവരുടെ പ്രധാനമന്ത്രിയായ സഞ്ജയൻ കപടമായി പാണ്ഡവർക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. മഹാഭാരതം ഉദ്യോഗപർവത്തിൽ അധ്യായം 25 സഞ്ജയൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അർജുനൻ ഗീതയിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള തൻ്റെ തീരുമാനത്തിൻ്റെ കാരണമായി ഭഗവാൻ ശ്രീകൃഷ്ണനോട് തുടർന്ന് പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇനി അർജുനൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഇപ്പോൾ പറഞ്ഞ അർജുനൻ്റെ മാനസിക വ്യഥകൾ, ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അർജുനൻ്റെ തുടർന്ന് വരുന്ന സംശയങ്ങളെല്ലാം ഭഗവാനോട് പറയുന്നത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.